ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇനിയും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റെനൻസിലെ ബാക്കിയാണ്. ഓക്കെ, അപ്പം അതിലെ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മെയിൻ്റെനൻസ് ഓഫ് സർഫസ് ഓഫ് റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അതിലെ പാക്കിങ് നമ്മൾ പറഞ്ഞു, അതിലെ ത്രൂ പാക്കിങ് ചെയ്യുന്ന മെത്തേഡ് എടുത്തു പറഞ്ഞു. പിന്നെ സിസർ പാക്കിങ്, ഷവൽ പാക്കിങ്, അങ്ങനെ പാക്കിങ്ങിൻ്റെ 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്കൻഡ് ലെക്ചർ ആയിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഇനിയും അതിൻ്റെ ബാക്കി എന്ന് വെച്ചാൽ സർഫസ് ഓഫ് റെയിൽസിൻ്റെ മെയിൻ്റെനൻസിൽ വരുന്ന അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് പറയുന്നത്. അതിലെ സെക്കൻഡ് വണ്ണ് എന്ന് പറയുന്നത് സർഫസിങ് ദി ട്രാക്ക് എന്ന സ്റ്റെപ്പാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ ഹോൾ ട്രാക്കിനെയും അതിൻ്റെ വെർട്ടിക്കൽ ഈവൻനെസ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാം യൂണിഫോം ലെവലാണോ, റെയിൽസ് എല്ലാം യൂണിഫോം ലെവലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് സർഫസിങ് ദി ട്രാക്ക് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോക്സിങ് ആൻഡ് ഡ്രസ്സിങ് ദി ട്രാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ filling the ballast between the sleepers and beyond the ends of the sleepers to the required shape of ballast section and then track is dressed neatly. എന്ന് വെച്ചാൽ എന്താണ്, സ്ലീപ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ബലാസ്റ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്ലീപ്പേഴ്സിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ബലാസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതൊരു പർട്ടിക്കുലർ ഒരു ബലാസ്റ്റ് സെക്ഷൻ ഇരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലാക്കിയെടുക്കും. ഓക്കെ, എന്നിട്ട് ആ ഒരു ട്രാക്കിനും മൊത്തത്തിലൊരു നീറ്റായിട്ട് അത് ഒരു പാക്ക് ചെയ്തത് ഫിനിഷ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനാണ് ബോക്സിങ് ആൻഡ് ആ ഒരു ഭംഗിക്ക് ചെയ്യുന്നതിനാണ് ഡ്രസ്സിങ് ദി ട്രാക്ക് എന്ന് പറയുന്നത്, ഒരേ ഈവൻ ആയിട്ട് ചെയ്യുന്നതിന്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ലെവലിംഗ് ഓഫ് ദി ട്രാക്ക്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ബ്രിങ്ങിങ് ദി റെയിൽസ് ടു ഈക്വൽ എലിവേഷൻ ട്രാൻസ്വേഴ്സ്ലി ഈസ് നോൺ ആസ് ലെവലിംഗ് ഓഫ് ട്രാക്ക്. അപ്പം എല്ലാ റെയിൽസിനെല്ലാം ഈക്വൽ എലിവേഷനിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഫോർ കറക്റ്റ് ലെവലിംഗ് ഓഫ് ട്രാക്ക് നമ്മൾ ക്രോസ് ലെവൽ ഓഫ് ദി ട്രാക്ക് ആണ് ചെക്ക് ചെയ്യാറ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ലിഫ്റ്റിംഗ് ഓഫ് ദി ട്രാക്ക്. ഓക്കെ, അപ്പം ചിലപ്പം ട്രാക്ക് കുറച്ച് ഡെപ്തിൽ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ ഡിപ്രസ് ആകാൻ ചാൻസ് ഉണ്ട്, ഇച്ചിരി താഴോട്ടങ്ങ് ഒരു ഡിപ്രഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ട്രാക്കിൽ. ഓക്കെ, അപ്പോൾ എന്തെടുക്കണം, നമ്മൾ അതിനെ ലിഫ്റ്റ് ചെയ്യണം അല്ലേ, റെക്വേർഡ് ഹൈറ്റിലോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പം ഇഫ് ലിഫ്റ്റിംഗ് ഓഫ് ട്രാക്ക് ഇസ് ഡൺ അണ്ടർ ട്രാഫിക് ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ട്രാഫിക്. ഓക്കെ, അപ്പം ട്രാഫിക് മീൻസ് ആ ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുന്ന ഒരു ട്രാക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ലിഫ്റ്റിംഗ് ചെയ്യുന്നത് ട്രാഫിക്കിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം വെൻ ബോത്ത് ദി റെയിൽസ് ആർ required ടു ബി ലിഫ്റ്റഡ് ദെൻ ദേ ഷുഡ് ബി ലിഫ്റ്റഡ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പം രണ്ട് റെയിലും ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടും സൈമിൾട്ടേനിയസ്ലി തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇഫ് സബ്സ്റ്റൻഷ്യൽ ലിഫ്റ്റിംഗ് ഓഫ് ട്രാക്ക് ഈസ് ടു ബി ഡൺ ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ 2 or 3 സ്റ്റേജസ്. ഇനിയും ഒറ്റയടിക്ക് നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റാത്ത ലിഫ്റ്റിംഗ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നല്ല ഹൈ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 or 3 സ്റ്റേജസിലായിട്ടായിരിക്കണം നമ്മൾ ലിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ലിഫ്റ്റിംഗ് ഓഫ് ട്രാക്ക് അപ് ടു 5 cm ക്യാൻ ബി ഡൺ വിത്തൗട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ. എന്ന് വെച്ചാൽ ആ ഒരു ട്രാക്കിൽ നമ്മൾ പറഞ്ഞു ട്രെയിൻ പോകുന്ന ട്രാക്ക് ആയിരിക്കും, മൂവ്മെന്റ് ഉള്ള ട്രാക്ക് ആയിരിക്കും. അപ്പം ഒരു 5 cm ഒക്കെ ലിഫ്റ്റിംഗ് ചെയ്താൽ മതിയെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, വിത്തിൻ നോ ടൈം നമുക്കത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു 15 cm ഒക്കെ വരെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ കൂടെ വരുന്ന ട്രെയിനിൻ്റെ സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. 16 km/h റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സിഗ്നൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ട്രെയിന് സ്പീഡ് കുറച്ച് കൊണ്ടുവരണം. ഓക്കെ, ട്രാക്ക് അറ്റ് എ ടൈം ഷുഡ് നോട്ട് ബി ലിഫ്റ്റഡ് ബൈ മോർ ദാൻ 10 cm. അറ്റ് എ ടൈം 10 cm കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇൻ നോർമൽ ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ വിത്തൗട്ട് സ്റ്റോപ്പേജ് ഓഫ് ട്രാഫിക് ദ ലിഫ്റ്റിംഗ് ഇസ് ഡൺ ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്രോച്ചിങ് ട്രെയിൻ. ഓക്കെ, അതിൻ്റെ ഡയറക്ഷനിലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സർഫസ് ഓഫ് റെയിൽസിൻ്റെ മെയിൻ്റെനൻസിലെ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ റെമഡീസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇഫ് പ്രോപ്പർ കെയർ ഇസ് നോട്ട് ടേക്കൻ ഇൻ മെയിൻ്റെനൻസ് ഓഫ് റെയിൽ പോയിന്റ്സ് ആൻഡ് സർഫസ് ഇറ്റ് മേ റിസൾട്ട് ഇൻ ദി ഫോളോയിങ് ഡിഫക്ട്സ്. ഓക്കെ, അപ്പം ഈ റെയിലിൻ്റെ പോയിന്റ്സ് അതുപോലെ റെയിൽ സർഫസ് ഒക്കെ നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കാതെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന കുറേ ഡിഫക്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഹൈ ജോയിൻറ്റ് ഓർ എ റൈഡിങ് ജോയിൻറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻറ്റ് വരുന്ന പോർഷൻ ഇല്ലേ, അപ്പോൾ ആ ജോയിൻറ്റ് വരുന്നിടത്ത് വെൻ ദി ടോപ്പ് ലെവൽ ഓഫ് ജോയിൻറ്റ് ഇസ് ഹയർ ദാൻ ദി റെയിൽ ലെവൽ, ആ ജോയിൻറ്റ് വരുന്നതിൻ്റെ ആ ഒരു പോർഷനിൽ ഒരെണ്ണം മറ്റ് റെയിലിൻ്റെ എൻഡിനേക്കാളും
ഒരു ഹയർ ലെവലിലായിട്ടാണ് മറ്റേ സെക്കൻഡ് റെയിൽ എൻഡ് ഇരിക്കുന്നതെങ്കിൽ ആ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ്, അതായത് സത്യം പറയുമ്പോൾ എന്താ അതെല്ലാം ഒരേ ലെവലിൽ ഇരിക്കണം അല്ലേ, പക്ഷെ ഒരു ഡിഫക്റ്റ് കാരണമാണ് ഒന്ന് പൊങ്ങി പോകുന്നത് ഇല്ല മറ്റേനേക്കാളും ഒരു സൈഡ് പൊങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈ ആയിട്ട് ഒരു ലെവല് ഡിഫറൻസ് വരുന്നതിന് നമ്മൾ ഹൈ ജോയിന്റ് അല്ലെങ്കിൽ റൈഡിങ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഡെവലപ്പ് ആയത് കോസസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡ്യൂ ടു ഓവർ പാക്കിംഗ് ഓഫ് സ്ലീപ്പേഴ്സ് അറ്റ് ജോയിൻസ് ഓർ ഡ്യൂ ടു സിങ്കിങ് ഓഫ് സ്ലീപ്പർ ഇൻ ബിറ്റ്വീൻ ദി ജോയിന്റ്. ഓക്കെ, അപ്പം ആ ഒരു ജോയിന്റ് ഇരിക്കുന്നതിൻ്റെ താഴെയുള്ള സ്ലീപ്പർ ഇല്ലേ, അതിൻ്റെ താഴെ കറക്റ്റായിട്ട് പാക്കിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട്, ഓവറായിട്ട് പാക്കിംഗ് ആയി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ താഴെയുള്ള സ്ലീപ്പർ അങ്ങ് സിങ്ക് ആയി പോയതുകൊണ്ട്, ഇങ്ങനെ റീസൺസ് കാരണം ഈ ഹൈ ജോയിന്റ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യുന്നത് ഐദർ ബൈ ലോവറിംഗ് ദി ജോയിന്റ് സ്ലീപ്പർ ഓർ ബൈ റേസിംഗ് ദി ഇന്റർമീഡിയറ്റ് സ്ലീപ്പർ. അപ്പോൾ അത് റെഡി ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ജോയിന്റിന് താഴെയുള്ള സ്ലീപ്പറിനെ ഒന്നെങ്കിൽ ലോവർ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്ലീപ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ ജോയിന്റിന് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത്, അതിനെ റേസ് ചെയ്യുക. ഇങ്ങനെ ഏതിൽ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, അടുത്ത ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്ലോയിങ് ജോയിൻസ്. ഓക്കെ, അപ്പം എ ബ്ലോ ജോയിന്റ് ഈസ് കോസ്ഡ് വെൻ എ ജോയിന്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ എ ലൂസ് ആൻഡ് ഡസ്റ്റി ബലാസ്റ്റ്. ഓക്കെ, അപ്പം ഈ ബലാസ്റ്റ് ഒത്തിരി ഡസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ലൂസായിട്ട് നല്ലതായിട്ട് പാക്ക് ആയിട്ട് ഇരിക്കേണ്ടതാണല്ലോ, അത് ലൂസായി പോയെങ്കിൽ അങ്ങനത്തെ കേസസിലാണ് നമുക്ക് ബ്ലോയിങ് ജോയിന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ദിസ് ബ്ലോയിങ് ജോയിന്റ് ഇസ് സറൗണ്ടഡ് ബൈ എ ഫൈൻ ലെയർ ഓഫ് ഡസ്റ്റ്. ഓക്കെ, അപ്പം ആ ഒരു ജോയിന്റ് പോർഷനിൽ ഡസ്റ്റിൻ്റെ ഒരു ലെയർ പോലെ നമുക്ക് സറൗണ്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം വെൻ വീൽ ലോഡ്സ് പാസ് ഓവർ ദി സ്ലീപ്പർ റെസ്റ്റിംഗ് ഓൺ ലൂസ് ആൻഡ് ഡസ്റ്റി ബലാസ്റ്റ്, ദ സ്ലീപ്പർ സിങ്സ്, ആൻഡ് വെൻ ദി വീൽ ലോഡ്സ് ആർ റിലീവ്ഡ് ദ സ്ലീപ്പർ റൈസസ് വിത്ത് സക്കിങ് അപ്പ് ദി ഡസ്റ്റ് ഫ്രം ഡസ്റ്റി ആൻഡ് ലൂസ് ബലാസ്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് ലൂസായിട്ടിരിക്കുന്ന ബലാസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ മേളിലാണ് നമ്മുടെ സ്ലീപ്പർ ഇരിക്കുന്നെങ്കിൽ, അങ്ങനെ സ്ലീപ്പറിൻ്റെ മേളിൽ കൂടെ വീലിൻ്റെ ലോഡ് പോകുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ബലാസ്റ്റ് ലൂസാണല്ലോ, അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് പറ്റുന്നത്, അവിടെ സ്ലീപ്പർ അങ്ങ് സിങ്ക് ആകും, ഒന്ന് താന്നു പോരും. എന്നിട്ട് വീലിലോട് ആ പോർഷനിൽ നിന്ന് വീലിലോട് അങ്ങ് മാറിക്കഴിയുമ്പോഴേക്കും സ്ലീപ്പർ പിന്നെ റിലീവ് ആവും, പഴയ സ്റ്റേറ്റിലോട്ട് വരും, റൈസ് ചെയ്യും. അപ്പോൾ ആ റൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ താഴെയുള്ള ആ ഡസ്റ്റും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പൊങ്ങി വരും, അതാണ് സക്കിങ് അപ്പ് ദി ഡസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കേസിനെയാണ്, ഇങ്ങനെ ഉള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ ബ്ലോയിങ് ജോയിന്റ് എന്ന് പറയുന്നത്. The process of formation of blowing joint is aggravated due to thin layer of ballast, battered rail ends, weak sleepers and wide expansion gap. അപ്പം ഈ ഒരു ബ്ലോയിങ് ജോയിന്റ് എന്നൊരു ഫോർമേഷൻ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ബലാസ്റ്റിന്റെ ലെയർ തിന്നായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽ എൻഡ് അങ്ങ് ബാറ്റേർഡ് ആയി പോയതുകൊണ്ട്, സ്ലീപ്പേഴ്സ് വീക്ക് ആയതുകൊണ്ട്, എക്സ്പാൻഷൻ ഗ്യാപ്പ് ഉണ്ടല്ലേ നമ്മൾ ജോയിൻറ്റിൻ്റെ അവിടെ കൊടുക്കുന്നത്, അത് വൈഡായി പോയതുകൊണ്ട്, ഇങ്ങനെ പല റീസൺസ് കൊണ്ട് ഈ ബ്ലോയിങ് ജോയിൻ്റ് അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇതിന് റെമഡിയൽ മെഷേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ടു ക്ലീൻ ദി ഡേർട്ടി ബലാസ്റ്റ്, ക്ലീൻ ചെയ്യുക, എന്നിട്ട് നല്ല തറലി അത് ആ ജോയിൻറ്റിൻ്റെ അവിടെ ബലാസ്റ്റെല്ലാം നല്ല കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക. അഡീഷണൽ ബലാസ്റ്റ് വേണമെങ്കിൽ അതും കൂടെ വെച്ച് കറക്റ്റായിട്ട് അത് നല്ല നന്നായിട്ട് പാക്ക് ചെയ്യുക ആ ജോയിൻറ്റിൻ്റെ താഴെയായിട്ട് ബലാസ്റ്റ്. അതുപോലെ തന്നെ ബാറ്റേർഡ് റെയിൽസ് ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബാറ്റേർഡ് ആയതിനെ തിരിച്ചെത്തിക്കാൻ നോക്കുക. ഓക്കെ, പഴയ സ്റ്റേറ്റിലോട്ട് അതിനെ മാറ്റാൻ പറ്റുമോ നോക്കുക, റീപ്ലേസ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് എക്സ്പാൻഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതെല്ലാം റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ബ്ലോയിങ് ജോയിന്റ്, അതിൻ്റെ റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ്. അടുത്തത് പമ്പിങ് ജോയിൻസ് കാണും, അതെന്താന്ന് നോക്കാം. ഇൻ റെയിനി വെതർ എ ബ്ലോയിങ് ജോയിന്റ് ഇസ് എഫക്റ്റഡ് ബൈ വാട്ടർ ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എ ബ്ലോയിങ് ജോയിന്റ്. ഓക്കെ, അപ്പോൾ റെയിനി സീസണൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ബ്ലോയിങ് ജോയിന്റ് ഇല്ലേ, റെയിനി സീസണിൽ വാട്ടറിന്റെ എഫക്റ്റോടെ ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ എന്താണ് ഈ ബ്ലോയിങ് ജോയിന്റ് പിന്നെ അങ്ങ് പമ്പിങ് ജോയിന്റ് ആയി മാറി എന്ന് പറയാം. ഓക്കെ, പമ്പിങ് ജോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇറ്റ് സ്പ്ലാഷസ് മഡ് ഓൾ അറൌണ്ട് ദി ജോയിന്റ് അണ്ടർ മൂവിങ് ലോഡ് ആൻഡ് ദി ജോയിന്റ് ഡിറ്റോറിയേറ്റ്സ് റാപ്പിഡ്ലി. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ജോയിൻറ്റിൻ്റെ ആ ഒരു പോർഷനിൽ മൊത്തത്തിൽ ഈ പൊടിഞ്ഞിരിക്കുന്ന ഡസ്റ്റൊക്കെ ആയിട്ടുള്ള ബലാസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പം വെള്ളവും കൂടെ റെയിനി സീസൺ കാണുമ്പോൾ വാട്ടറിൻ്റെ പ്രസൻസിൽ വന്നു കഴിയുമ്പോഴേക്കും ആ ജോയിൻറ്റിൻ്റെ ചുറ്റും മഡ് അങ്ങ് സ്പ്രെഡ് ആവും. ഓക്കെ, മൂവിങ് ലോഡിൻ്റെ ഒക്കെ എഫക്റ്റ് ആണ്, അങ്ങനെ ആ ഒരു ജോയിൻ്റ് അങ്ങ് ഡിറ്റോറിയേറ്റ് ആയിപ്പോവും, പെട്ടെന്ന് അങ്ങ് ആ ജോയിൻ്റ് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റാതായിപ്പോവും.
ഓക്കെ. ദ ബാഡ് ഡ്രെയിനേജ് ഈസ് ദി മെയിൻ കോസ് ഓഫ് ഡെവലപ്പിംഗ് ദിസ് ഡിഫക്റ്റ്. അപ്പം ബാഡ് ഡ്രെയിനേജ് കാരണമാണ് ഈ ഒരു വെള്ളത്തിന്റെ ഒരു പ്രസൻസ് കാരണം ഇങ്ങനെ പ്രശ്നം കൂടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഡേർട്ടി ബലാസ്റ്റും കൂടെ ആയതുകൊണ്ട്. ഓക്കെ. അപ്പം ഇതെല്ലാം ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവിടെ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യണം, എക്സസ് വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള. അപ്പം ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ഡ്രെയിനേജ് ആൻഡ് ക്ലീനിങ് ഓഫ് ബലാസ്റ്റ് ക്ലീൻ ചെയ്യുക, പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കുക, എന്നാലേ നമുക്ക് ബ്ലോയിങ് ജോയിന്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് ബക്ലിംഗ് ഓഫ് ട്രാക്ക്. ബക്ലിംഗ് ഓഫ് ട്രാക്ക് എന്താന്ന് വെച്ചാൽ when the track in hot weather goes out of alignment on tangents or curves due to over tightening of fish plate or insufficient gaps for expansion at joint, it is termed as buckling of track. Buckling of track എന്താന്ന് വെച്ചാൽ ഹോട്ട് വെതറില്ലേ ആ ടൈമിൽ ഒന്നുകിൽ കേഴ്സിൻ്റെ അവിടെ അല്ലെങ്കിൽ ടാൻജൻ്റ് ആയിട്ട് വരുന്ന പോർഷനിൽ ഒക്കെ നമ്മുടെ അലൈൻമെൻറ്റ് അങ്ങ് മാറിപ്പോവും, ഔട്ട് ഓഫ് അലൈൻമെൻ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ട്രാക്കിൻ്റെ ബക്ലിംഗ് എന്ന് പറയുന്നത്. അത് ഉണ്ടാകാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫിഷ് പ്ലേറ്റ് അങ്ങ് ഓവർ ടൈറ്റ് ആയി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ അവിടെ ആ ഒരു എക്സ്പാൻഷൻ നടക്കാനുള്ള ഇൻസഫിഷ്യൻറ്റ് ഗ്യാപ്പേ ഉള്ളെങ്കിൽ ബക്ലിംഗ് ഓഫ് ട്രാക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പം ദിസ് ബക്ലിംഗ് മേ ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ കേസ് ഓഫ് വെൽഡഡ് റെയിൽസ് ഓൺ വീക്ക് ട്രാക്ക്. അപ്പം വെൽഡഡ് റെയിൽസിൽ വീക്ക് ട്രാക്കിലും ഈ ഒരു ബക്ലിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദ ബക്ലിംഗ് ക്യാൻ കോസ് സീരിയസ് ഡീറെയിൽമെൻറ്റ്. ഓക്കെ. ഇപ്പം ഡീറെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ അലൈൻമെൻറ്റ് തെറ്റിപ്പോകുന്നത് ഒരു മെയിൻ സീരിയസ് കോസ് ആയിട്ട് ഈ ഒരു ബക്ലിംഗ് ഓഫ് ട്രാക്ക് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ടൈറ്റനിങ് ദി ഫിഷ് ബോൾട്ട് പ്രോപ്പർലി. അപ്പം റെക്ടിഫൈ ചെയ്യുന്ന ഒന്ന് ഫിഷ് ബോൾട്ടൊക്കെ എല്ലാം പ്രോപ്പർലി ടൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒത്തിരി കൂടാനും പാടില്ല, കുറയാനും പാടില്ല, പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനൊക്കെയാണ്? കോൺട്രാക്ഷനും അതുപോലെ എക്സ്പാൻഷനും ഓഫ് റെയിൽസ് നടക്കുമല്ലോ, അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാൻ. പിന്നെ പ്രോപ്പറായിട്ട് ലുബ്രിക്കേഷൻസ് ഒക്കെ റെയിലിൻ്റെ ജോയിൻറ്റിൽ കൊടുക്കുക, സ്റ്റീൽ സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പം വെൽഡഡ് റെയിൽസ് ആണെങ്കിൽ ആങ്കറിങ് ഒക്കെ കൊടുക്കാം. ഓക്കെ. അങ്ങനെയൊക്കെ നമുക്ക് ബക്ലിംഗ് ഓഫ് ട്രാക്ക് അവോയ്ഡ് ചെയ്യാം. അടുത്തത് സെൻറ്റർ ബൗണ്ട് ട്രാക്ക്. സെൻറ്റർ ബൗണ്ട് ട്രാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീല് ലോഡ്, റോളിംഗ് ആയിട്ടുള്ള വീല് ലോഡ് വരുമ്പം സെറ്റിൽമെൻറ്റ് കൂടുതലും നമ്മുടെ റെയിലിൻ്റെ പൊസിഷനില്ലേ, റെയിലിൻ്റെ ആ ഒരു സെറ്റിൽമെൻറ്റ് കൂടുതലുണ്ടാകുന്ന റെയില് ഇരിക്കുന്ന ആ സ്ലീപ്പറിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, ബലാസ്റ്റിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടോട്ടാണ് കൂടുതലും സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നത് ദാൻ സ്ലീപ്പറിൻ്റെ സെൻറ്ററിനേക്കാളും സ്ലീപ്പറിൻ്റെ എൻഡ്സിലായിരിക്കും, റെയിൽ പോകുന്ന ആ ഒരു പോർഷനിലായിരിക്കും സെറ്റിൽമെൻറ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പം ദെയർഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് സ്ലീപ്പർ ഇസ് മോർ അറ്റ് ദി എൻഡ് ദാൻ അറ്റ് ദി സെൻറ്റർ. അതിനെയാണ് നമ്മൾ സെൻറ്റർ ബൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത്. ദിസ് ഡിഫക്റ്റ് ഇസ് റെക്ടിഫൈഡ് ബൈ ലൂസനിങ് ദി ബലാസ്റ്റ് അറ്റ് ദി സെൻറ്റർ. അപ്പോൾ ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ സെൻറ്ററിലെ ബലാസ്റ്റ് നമ്മൾ ഇച്ചിരി ലൂസൻ ചെയ്ത് വിടുക, അതുപോലെ തന്നെ പാക്കിംഗ് ബലാസ്റ്റ് തറലി അറ്റ് ദി എൻഡ്സ്, അതുപോലെ തന്നെ എൻഡിൻ്റെ ആ സ്ലീപ്പറിൻ്റെ എൻഡ് പോർഷനിൽ നല്ലതായിട്ട് തറലി നമ്മൾ പാക്കിംഗ് നടത്തുക. ഓക്കെ. പിന്നെ എ ഡ്രെയിൻ ഇൻ ദി സെൻറ്റർ ഓഫ് ദി ട്രാക്ക് ബിലോ ദി സ്ലീപ്പേഴ്സ് എലിമിനേറ്റ്സ് ദിസ് ഡിഫക്റ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാക്കിനില്ല, അതിൻ്റെ സെൻട്രൽ പോർഷനിൽ താഴെയായിട്ട്, സ്ലീപ്പറിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു ഡ്രെയിൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. നമുക്ക് ഈ സെൻറ്റർ ബൗണ്ട് ട്രാക്ക് എന്നൊരു ഡിഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ഡിഫക്ട്സ് ഒക്കെയാണ് ഹോഗ്ഡ് റെയിൽസ്, അതുപോലെ തന്നെ കൊറുഗേറ്റഡ് ഓർ റോറിങ് റെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് ഇമേജ് ഒക്കെ ഞാൻ വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിൽ ഹോഗ്ഡ് റെയിൽസ് എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് കാരണം നമ്മുടെ റെയിൽസ് ജോയിൻ ചെയ്യുന്ന പോർഷൻസില്ലേ, റെയിൽ ജോയിൻറ്റ്, അവിടുത്തെ ആ പോർഷനിൽ ബെൻഡിങ് ഉണ്ടാവും, റെയിലിൽ ബെൻഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതിനെയാണ് നമ്മൾ ഹോഗ്ഡ് റെയിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൊറുഗേറ്റഡ് റെയിൽസ് എന്ന് വെച്ചാൽ റെയിലിൻ്റെ സർഫസിൽ ഇങ്ങനെ വേവ് ആക്ഷൻ്റെ ഒരു എഫക്റ്റ് ഇല്ല, വേവ് പോലെ ആയിപ്പോവും നമ്മുടെ റെയിൽസ്. അത് കൂടുതലും കാണുന്നത് ചാൻസ് കൂടുതൽ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ബാക്കിലോട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ലേ റെയിലിൽ, നമ്മൾ മോഷൻ ഓഫ് ഇനേഷ്യ റെസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പം ബാക്കിലോട്ട് ഒരു മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ട്രെയിൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും റെയിലിലുള്ളൊരു ഫ്രിക്ഷൻ എഫക്റ്റ് ഇട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഒരു എഫക്റ്റ് കാരണമാണ് നമ്മുടെ റെയിൽസിൽ കൊറുഗേഷൻ ഉണ്ടാകുന്നത്. അതിനെയാണ് കൊറുഗേറ്റഡ് റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ റെയിൽസിൽ കൂടെ ട്രെയിൻ പോയാൽ ഒരു റോറിങ് സൗണ്ട് ആയിരിക്കും, ട്രെയിൻ മൂവ്മെൻറ്റ് നോയ്സി സൗണ്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് കൊറുഗേറ്റഡ് റെയിൽസ്. അതിന് ഇമേജസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ പോർഷനിൽ അവരത് എഴുതിയിട്ടില്ല, ചാപ്റ്റർ 6 റെഫർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കാര്യം. അതിൻ്റെ ഇമേജസും കൂടെ ഞാൻ ഇട്ടേക്കാം.
ഓക്കെ. അപ്പം ഇപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫക്ട്സ് കണ്ടുപിടിക്കുന്നതും അതിൻ്റെ റെമഡീസും. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് മെയിൻ്റെനൻസ് ഓഫ് സർഫസ് ഓഫ് റെയിലിൽ സ്പോട്ട് പാക്കിംഗ് ആൻഡ് ട്രാക്ക് ലിഫ്റ്റിംഗ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഡെയിലി മെയിൻ്റെനൻസിൽ വരുന്നതൊക്കെയാണ്. സ്പോട്ട് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് കറക്റ്റിംഗ് ദി ഡിഫക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ഇൻവോൾവ്സ് ലിഫ്റ്റിംഗ് ഓഫ് 5 to 7 സ്ലീപ്പേഴ്സ്. അപ്പം ഓരോ പർട്ടിക്കുലർ പോയിന്റിലെയും ഡിഫക്റ്റ് കണ്ടുപിടിക്കുക, അതിനെ റെക്ടിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ലിഫ്റ്റിംഗ് ഓഫ് സ്ലീപ്പേഴ്സ് ഒക്കെ ഈ ഒരു സ്പോട്ട് പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഇനി ട്രാക്ക് ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈസ് ക്യാരിഡ് കട്ട് വെൻ ദി ഡിഫക്റ്റ് എക്സ്റ്റെൻസ് ഓവർ എ കൺസിഡറബിൾ ലെന്ത്. കൺസിഡറബിൾ ലെന്തിൽ ഡിഫക്റ്റ് ഉള്ളപ്പോഴാണ് ഈ ട്രാക്ക് ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഡെയിലി മെയിൻ്റെനൻസ് ഓഫ് സർഫസ് കൺസിസ്റ്റ് ഓഫ് റിമൂവിങ് ദി ലോഡ് ഡിഫക്ട്സ് ഓഫ് സർഫസ് ആസ് ഡിസ്കസ്ഡ് എബവ്. അപ്പം പിന്നെ ഡെയിലി മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസിൽ ലോഡിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടായിട്ടുള്ള ഡിഫക്ട്സ് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു എന്ത്? മെയിൻ്റെനൻസ് ഓഫ് സർഫസ് ഓഫ് റെയിൽസ്. അതിലെ പാക്കിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബാക്കിയെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് ഐറ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റെനൻസിൽ വരുന്നതാണ് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക് അലൈൻമെൻറ്റ്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിലൊക്കെ ആയിട്ട് പറഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക് അലൈൻമെൻറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇഫ് ദി ട്രാക്ക് ഗോസ് ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷിഫ്റ്റ് ചെയ്തു, സൈഡിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അത് സ്ട്രെയിറ്റ് ട്രാക്ക് ആണെങ്കിലും കേഴ്സിലാണെങ്കിലും ഷിഫ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെൻറ്റ് ആയെന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? ബാഡ് റൈഡിങ് ആയിരിക്കും അല്ലേ? റിസൾട്ട് ഇൻ ബാഡ് റൈഡിങ് ആൻഡ് കോൺസിക്വൻറ്റ് ഡി റെയിൽമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മെയിൻ വേരിയസ് കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അലൈൻമെൻറ്റിൽ ചേഞ്ച് ഉണ്ടായത് എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്ന്, the increased hammering action of wheels on one rail only may displace the original alignment of the track. എന്ന് വെച്ചാൽ വീലിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലേ, വീലിൻ്റെ ഒരു ഹാമറിങ് ആക്ഷന് രണ്ട് ട്രാക്കിലെ ഒരു റെയിലിൽ മാത്രം ആ ഒരു ഹാമറിങ് ആക്ഷൻ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവിടെ ട്രാക്കിന് അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ദിസ് ഇൻക്രീസ്ഡ് ഹാമറിങ് ഓൺ വൺ റെയിൽ മേ കോസ് ഡ്യൂ ടു സെവറൽ റീസൺ. ഇത് പല റീസൺസ് കൊണ്ടാണ് ഉണ്ടാകുക. ഒന്ന്, ക്രോസ് ലെവലിലുള്ള വേരിയേഷൻ, ആവശ്യത്തിന് കേഴ്സിലാണെങ്കിൽ അവിടെ സൂപ്പർ എലിവേഷൻ ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ, യൂണിഫോമിറ്റി ഓഫ് ഗേജ് വേരിയേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇംപ്രോപ്പർ പാക്കിംഗ് ഓഫ് ബലാസ്റ്റ് ഒക്കെ കാരണം നമ്മൾ ഈ ഒരു ഹാമറിങ് ആക്ഷൻ ഒരു റെയിലിൽ മാത്രം കൂടും. ഓക്കെ, അപ്പം എ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ അലൈൻമെന്റ് അഗ്രിവേറ്റ്സ് റാപ്പിഡ്ലി ആൻഡ് റിസൾട്ട് ഇൻ ഫാസ്റ്റർ ഡിറ്റോറിയേഷൻ ഓഫ് ട്രാക്ക്. അപ്പോൾ ഈ ഒരു കാര്യം കാരണം ആദ്യമേ ചെറിയൊരു വേരിയേഷനെ കാണത്തുള്ളായിരിക്കും, അലൈൻമെന്റിൽ ഒരു സ്ലൈറ്റ് വേരിയേഷനെ കാണത്തുള്ളായിരിക്കും. പക്ഷെ അത് അങ്ങ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ അതങ്ങ് റാപ്പിഡായിട്ട് അങ്ങ് കൂടുകയും മൊത്തത്തിൽ ആ ട്രാക്ക് പെട്ടെന്ന് അങ്ങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ ആവുകയും ചെയ്യും. ഓക്കെ, അടുത്ത റീസൺ എന്ന് വെച്ചാൽ ഡ്യൂ ടു ഹാമറിങ് ആക്ഷൻ ഓഫ് വീൽ ലോഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാമറിങ് ആക്ഷൻ കാരണം ഓൺ ദി എൻഡ് ഓഫ് ഫോർവേഡ് റെയിൽ ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ ഫോർവേഡ് റെയിലിൽ ആ ജോയിൻറ്റിൻ്റെ അവിടെ ആയിട്ട് എന്താ പറ്റുന്നത് വെച്ചാൽ ട്രാക്ക് അങ്ങ് ഫ്രണ്ടിലോട്ട് അങ്ങ് പുഷാകും ഹാമറിങ് ആക്ഷൻ കാരണം. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഒരു റെയില് മറ്റേ റെയിലിൽ നിന്ന് അങ്ങ് ഫ്രണ്ടിലോട്ട് പുഷ് ആകുന്നതുകൊണ്ട് അവിടെ കിങ് ഫോം ചെയ്യും. എന്ന് വെച്ചാൽ റെയിൽ ജോയിൻറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവും, ട്രാക്ക് ഡീറെയിൽമെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താ ഫോർമേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കിങ് ആണ്. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ടിലോട്ട് മൂവ് ആകുന്നുണ്ടല്ലേ കിങ് ഫോം ചെയ്ത്. അപ്പം ഹൊറിസോണ്ടൽ കിങ് ഉണ്ടാകും ആ ഒരു ജോയിന്റ് പോർഷനിൽ. അത് ലൂസ് പാക്കിംഗ് കാരണമാകാം, ഇംപ്രോപ്പർ കണക്ഷൻ ബിറ്റ്വീൻ റെയിൽ ആൻഡ് ഫിഷ് പ്ലേറ്റ് കൊണ്ടാകാം, പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് അതിൻ്റെ ക്ലോസിങ് ശരിയാകാത്തതുകൊണ്ട്, ഫിഷ് ബോൾട്ട് ഓവർ ടൈറ്റനിങ് ആയതും കൊണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. ഓക്കെ, അടുത്ത റീസൺ ഫോർ ഡീറെയിൽമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന്, ഡ്യൂ ടു വേരിയേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബൈ വേരിയബിൾ സൂപ്പർ എലിവേഷൻ, ടിൽറ്റിംഗ് ഓഫ് റെയിൽസ് ഓർ സ്പ്രെഡിംഗ് ഓഫ് ഗേജ് ഓൺ കേഴ്സ് മേ ടേക്ക് പ്ലേസ്. എന്ന് വെച്ചാൽ ഈ സൂപ്പർ എലിവേഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ വേരിയേഷൻ അങ്ങ് ഭയങ്കരമായിട്ട് വേരി ചെയ്യുമ്പോഴേക്കും റെയിൽസുകൾ ടിൽട്ട് ആകുകയും സ്പ്രെഡിങ് ഓഫ് ഗേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒറിജിനൽ അലൈൻമെന്റിൽ നിന്ന് ട്രാക്ക് ഔട്ട് ഓഫ് ഒറിജിനൽ അലൈൻമെന്റ് ആയി പോകും. ഓക്കെ, അതൊരു റീസൺ ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം, എന്ന് വെച്ചാൽ ഹോട്ട് വെതറിൽ തെർമൽ സ്ട്രെസ്സസ് കാണും, ഹെവി ക്രീപ്പ് ഓഫ് റെയിൽ ഉണ്ടാകുകയും അതുകൊണ്ട് ട്രാക്കിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുകയും ചെയ്യും. ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രാക്കിനെയാണ് നമ്മൾ ബക്ലിംഗ് ഓഫ് ട്രാക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫറെൻറ്റ് റീസൺസ് ഫോർ ഡീറെയിൽമെന്റ്, ട്രാക്ക് അലൈൻമെന്റ് തെറ്റി പോകുന്നതിന്റെ പല റീസൺസ് ആണ്.
Okay, the distortion of track due to the above causes can be corrected immediately to prevent further distortion which occurs at an increasing rate. അപ്പം ഈ പറഞ്ഞ റീസൺസ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു കറക്ഷൻ മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ ആ ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇൻക്രീസിങ് റേറ്റിൽ ആ ട്രാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതായിപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം പല മെത്തേഡ്സ് ഉണ്ട്. സ്ട്രെയിറ്റ് ട്രാക്കിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡും ഉണ്ട്, കേർവ്ഡ് ട്രാക്കിലുള്ളതുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് റീ അലൈൻമെന്റ്. എന്താ വെച്ചാൽ നേരത്തെ ഡി അലൈൻമെന്റ് ആയിരുന്നു അല്ലേ, തെറ്റിപ്പോകുമായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചതിനെ കൊണ്ടുവരിക റീ അലൈൻമെന്റ് ആണ്. അപ്പോൾ റീ അലൈൻമെന്റ് ഓഫ് സ്ട്രെയിറ്റ് ട്രാക്ക് എന്ന് വെച്ചാൽ കറക്ഷൻ ഓഫ് അലൈൻമെന്റ് ഓഫ് സ്ട്രെയിറ്റ് ട്രാക്ക് നമുക്ക് ഫോളോയിങ് മെത്തേഡ്സിൽ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈ യൂസ് ഓഫ് ക്രോബാസ്. അപ്പോൾ ക്രോബാസ് എന്താണെന്നുള്ളത് അതിൻ്റെ ഫിഗർ ഞാൻ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലെക്ചറിലാണെന്ന് തോന്നുന്നു, ആ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കുക കേട്ടോ. ഒരു സൈഡ് ഒരു എൻഡിൽ ഇങ്ങനെ കൂർത്തി ഇങ്ങനെ പൊങ്ങിയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അതിങ്ങനെ ഒരു ട്രാക്കിലോട്ട് റെയിലിലോട്ട് കയറ്റി അതിങ്ങനെ പൊക്കി എടുക്കാൻ പറ്റുന്ന രീതിയായിരിക്കും. ഓക്കെ, അപ്പം ആ ഫിഗർ നോക്കുക കേട്ടോ. എന്നിട്ട് അപ്പം ക്രോ ബാർ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ട്രാക്കിനെ റീ അലൈൻമെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ റീ അലൈൻമെന്റ് ഓഫ് സ്ട്രെയിറ്റ് ട്രാക്ക് ഇസ് ഡൺ ബൈ പുഷിംഗ് ദി ട്രാക്ക് ഹൊറിസോണ്ടലി ബൈ യൂസ് ഓഫ് ക്രോ ബാർസ്. എന്ന് വെച്ചാൽ ക്രോ ബാർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടലി ട്രാക്കിനെ പൊസിഷനിലോട്ട് എത്തിക്കാൻ പറ്റും. ഫോർ ദിസ് പർപ്പസ് ദ ക്രോ ബാർ ഓഫ് 1.5 to 1.8 മീറ്റർ ലെന്ത് ആർ യൂസ്ഡ്. അപ്പോൾ ഇതിന് നമുക്ക് 1.5 തൊട്ട് 1.8 വരെയൊക്കെ ലെന്ത് ഉള്ള ക്രോ ബാർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. 8 ആൾക്കാർ വേണ്ടി വരും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദ ട്രാക്ക് ഈസ് പുഷ്ഡ് ടു ദി റിക്വയർഡ് എമൗണ്ട് ഇൻ ദി ഡിസൈറബിൾ ഡയറക്ഷൻ ബൈ അൺപാക്കിംഗ് ദി ബലാസ്റ്റ്. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് എന്തുമാത്രം എമൗണ്ടിൽ പുഷ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ആ ബലാസ്റ്റ് ആ ഒരു പോർഷനിലുള്ള റെയിലാണല്ലോ പൊക്കി മാറ്റുന്നത്. അപ്പം ആ പോർഷനിലെ ബലാസ്റ്റ് ആദ്യം എടുത്ത് മാറ്റണം. അതിനാണ് അൺപാക്ക് ചെയ്യുക. ബലാസ്റ്റ് ആദ്യം നിന്ന് മാറ്റിയിട്ട് വേണം ഈ ഒരു ക്രോബാർ കയറ്റി വെച്ചിട്ട് അത് നമ്മുടെ ട്രാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ. ഓക്കെ, ആഫ്റ്റർ കറക്റ്റിംഗ് ദി അലൈൻമെന്റ് ടു ദി ഒറിജിനൽ പൊസിഷൻ ദ ബലാസ്റ്റ് മസ്റ്റ് ബി പ്രോപ്പർലി പാക്ഡ്. എന്ന് കറക്റ്റായിട്ട് അലൈൻമെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ ആ എടുത്ത് മാറ്റിയ ബലാസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് ദിസ് പ്രോസസ് ഓഫ് പുഷിംഗ് ദി ട്രാക്ക് ഈസ് നോൺ ആസ് സ്ലൂയിങ്. നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡിലൊക്കെ എവിടെയെങ്കിലും കണ്ടു കാണുമെങ്കിൽ സ്ലൂയിങ് ഓഫ് ട്രാക്ക് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ്. മറ്റേ തെറ്റിയിരിക്കുന്ന പാലം തെറ്റിപ്പോയിട്ട് മീൻസ് റെയിൽ തെറ്റിയിരിക്കുന്നതാണെങ്കിൽ അതിനെ തിരിച്ച് ക്രോബാർ വെച്ചിട്ട് ഹൊറിസോണ്ടലി പുഷ് ചെയ്ത് എത്തിക്കുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് സ്ലൂയിങ് ഓഫ് ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്ട്രെയിറ്റ് ട്രാക്കിൻ്റെ തന്നെ ഒരു മെത്തേഡാണ് ബൈ യൂസ് ഓഫ് ട്രാക്ക് ലൈനേഴ്സ്. ട്രാക്ക് ലൈനറിൻ്റെ ഫിഗർ ഞാൻ ആ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡോ തേർഡോ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിഗർ ഒന്നുകൂടെ ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പം അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്ട്രെയിറ്റ് ട്രാക്കിനെ തിരിച്ച് പൊസിഷനിലാക്കാം. ഓക്കെ, അതും നേരത്തെ പറഞ്ഞ പോലെ ക്രോബാർ പോലത്തെ തന്നെ ഒരു ബേസും കാണും, ഒരു അപ്പർ പ്ലേറ്റും കാണും, ഒരു ലിവർ പോലെ സാധനം കാണും. അതിൽ കയറ്റിയിട്ട് ട്രാക്ക് പൊക്കിയിട്ടൊക്കെയാണ് നമ്മൾ എത്തിക്കുന്നത്. അതിൻ്റെ ഫിഗർ ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പം വെൻ ദി ത്രോ ഓഫ് ട്രാക്ക് ഇസ് കൺസിഡറബിൾ ഓൺ ദി സ്ട്രെയിറ്റ് ട്രാക്ക് ദ അലൈൻമെന്റ് ക്യാൻ ഡൺ എഫക്റ്റീവ്ലി ആൻഡ് എക്കണോമിക്കലി ബൈ മീൻസ് ഓഫ് ട്രാക്ക് ലൈനർ. എന്ന് വെച്ചാൽ ട്രാക്ക് ഇങ്ങനെ റെയിൽമെന്റ് ആയതെന്ന് വെച്ചാൽ തെറ്റി മാറിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് ത്രോ എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് അത് കൂടുതലുണ്ടെങ്കിൽ, അതിൻ്റെ എമൗണ്ട് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ അതിനെ എഫക്റ്റീവ്ലി തിരിച്ച് എക്കണോമിക്കലി എത്തിക്കാൻ നമുക്ക് ട്രാക്ക് ലൈനേഴ്സ് ആണ് ഇച്ചിരി എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലി 2 to 3 persons മതി. മറ്റടുത്ത് 8 ആൾക്കാർ വേണമായിരുന്നു അല്ലേ, ഇത് 2 അല്ലെങ്കിൽ 3 ആൾക്കാർ മതി. ഹു ക്യാൻ റീ അലൈൻ ദി ട്രാക്ക് ഇൻ കമ്പാരിറ്റീവ്ലി ലെസ്സർ ടൈം. പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 parts. 2 parts ഉണ്ട്. ഞാൻ ഫിഗർ അയക്കാവേ, അപ്പം അത് നോക്കണേ. 2 parts ഉണ്ട്, ഒരു ബേസ് അതുപോലെ തന്നെ അപ്പർ ലിവർ ഹോൾഡർ. ബേസും ഉണ്ട്, പിന്നെ അപ്പറിലുള്ള ഒരു ലിവർ ഹോൾഡറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലിവറേജ് ക്യാൻ ബി ഡൺ ബൈ ഇൻസേർട്ടിങ് എ ലോങ്ങർ ഓർ ഷോർട്ടർ ബാർ ഇൻ ദി സോക്കറ്റ് ഓഫ് അപ്പർ പാർട്ട്. ഓക്കെ, അപ്പോൾ അപ്പർ പാർട്ടിൽ നമ്മളൊരു ബാർ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലിവറേജ് എങ്ങോട്ട് എത്ര പൊക്കണം എന്നൊക്കെ ഉള്ളത്. The notches in the base are provided so that the throw of track can be gradually increased as desired. എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ബേസിൽ ഇങ്ങനെ നോച്ചസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നോച്ചസ് വെച്ചിട്ടാണ് എന്തുമാത്രം ഡിസ്റ്റൻസ് ആ ഒരു ട്രാക്ക് നമുക്ക് തിരിച്ചെത്തിക്കണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ നോച്ചസ് ഫങ്ഷൻ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് എ റാച്ചറ്റ് ആൻഡ് എ ടൂത്ത്ഡ് വീൽ.
ദാറ്റ് ഈസ് മോഷൻ ഈസ് അലൗഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. അപ്പം ടൂത്ത് വീൽ പോലെ ഇരിക്കുന്നതായിരിക്കും, അത് കയറ്റി അതിൻ്റെ മേലോട്ടായിരിക്കും നമ്മൾ റെയിൽ കയറ്റി വെക്കുകയും തിരിച്ച് ട്രാക്കിനെ പഴയ പൊസിഷനിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നത്. ദ പുഷ് ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്തൗട്ട് എനി റിലീസ് ടിൽ ദി ട്രാക്ക് ഇസ് അലൈൻ ടു ഹിസ് പൊസിഷൻ. അപ്പം അത് പുഷ് ചെയ്തിട്ടായിരിക്കും, അപ്പം കറക്റ്റ് പൊസിഷൻ എത്തുന്നത് വരെ നമ്മൾ ഒരു പുഷ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ദ ചെക്കിംഗ് ഓഫ് പെർഫെക്റ്റ്നെസ് ഓഫ് അലൈൻമെൻറ്റ് ഇസ് മെയ്ഡ് ഐദർ ത്രൂ ഐസ് ഓർ ബൈ ഇൻസ്ട്രുമെന്റ്സ്. എന്നിട്ട് നമ്മളത് കറക്റ്റ് ആണോ ഇല്ലയോ, ചെയ്തത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ കണ്ണു വെച്ച് നോക്കിയിട്ടാണ്, ഇച്ചിരി ദൂരെ നിന്ന് മാറി നോക്കിയിട്ടൊക്കെ, അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് കാണും കറക്റ്റ് ആണോ എന്നൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു സ്ട്രെയിറ്റ് ട്രാക്ക് അലൈൻ ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇനി നമുക്ക് കേർവ്ഡ് ട്രാക്സ് നോക്കാം അല്ലേ, ഇതും കൂടെ ഉള്ളൂ. അപ്പം റീ അലൈൻമെന്റ് ഓഫ് കേർവ്ഡ് ട്രാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോളോയിങ് മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാം. മൈനർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദി അലൈൻമെന്റ് ക്യാൻ ബി മെയ്ഡ് ബൈ മീൻസ് ഓഫ് ക്രോ ബാർ ഓർ ലൈനേഴ്സ് ഓർ ക്രോബാസ് ഓർ ലൈനേഴ്സ് അസ് ഫോർ സ്ട്രെയിറ്റ് ട്രാക്ക്. അപ്പം കേർവ്ഡ് ട്രാക്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ട്രാക്കിൽ ചെയ്തതുപോലെ ക്രോബാറോ ലൈനേഴ്സോ വെച്ചിട്ട് ചെയ്യാം. അതല്ല, ദ എമൗണ്ട് ഓഫ് കറക്ഷൻ റിക്വയർഡ് ക്യാൻ ബി അസസ്ഡ് ബൈ എനി വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ്. പക്ഷെ നമുക്ക് എന്തുമാത്രം അലൈൻമെന്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയുള്ള പല മെത്തേഡ്സ് നോക്കാം. ഒന്ന് ബൈ ഐ, അത് കണ്ണ് വെച്ച് നോക്കിയിട്ട് എന്തുമാത്രം വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം അത്രയും ആക്യുറേറ്റ് ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അലൈൻമെന്റ് കണ്ണ് വെച്ച് ചെക്ക് ചെയ്യാം. എന്നിട്ട് ദ സൈറ്റിംഗ് ഫോർ അലൈൻമെന്റ് ഷുഡ് ബി ഡൺ ഓൾവേസ് ഓഫ് ഔട്ടർ റെയിൽ ഓഫ് കേർവ് ഓർ ഹയർ റെയിൽ. എന്ന് വെച്ചാൽ ഒരു കേർവിലാണല്ലോ ചെയ്യുന്നത്, അപ്പം ഔട്ടർ റെയിലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ സൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അൺസാറ്റിസ്ഫാക്ടറി ആയിരിക്കും, അപ്പോൾ അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. അടുത്തത് തിയോഡലൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്തുമാത്രം മാറിയാണ് ഇരിക്കുന്നത്, ഇനി എത്ര ഡിസ്റ്റൻസോടെ മാറ്റി നമ്മൾ നമ്മുടെ പഴയ പൊസിഷനിലോട്ട് വരുത്തിക്കണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അത് തിയോഡലൈറ്റ് വെച്ചിട്ട് ഒരു സർവേ നടത്തിയിട്ടായിരിക്കും. അപ്പം ദ എമൗണ്ട് ഓഫ് കറക്ഷൻ ഇൻ അലൈൻമെന്റ് ക്യാൻ ഓൾസോ ബി വർക്ക്ഡ് ഔട്ട് ബൈ യൂസ് ഓഫ് തിയോഡലൈറ്റ്. ഫോർ ദിസ് ദ സർവേ ഓഫ് എക്സിസ്റ്റിംഗ് കർവ് ഓഫ് അലൈൻമെന്റ് ഇസ് ഡൺ. അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പം എക്സിസ്റ്റിംഗ് അലൈൻമെന്റ് നമ്മൾ ഒരു സർവേ ചെയ്യും, എന്നിട്ട് ആ റിസൾട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഒറിജിനൽ ആയിട്ട് ഉള്ള അലൈൻമെന്റിന്റെ ഒരു പ്ലോട്ട് നമ്മുടെ കാണും. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എന്തുമാത്രം ഓൾട്ടറേഷൻ, എന്തുമാത്രം വ്യത്യാസം ഉണ്ടായി എന്ന് കണ്ടുപിടിച്ച് റിവൈസ്ഡ് അലൈൻമെന്റ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇനി എന്തുമാത്രം തിരിച്ചെത്തിക്കണം എന്നുള്ളത് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ടീഡിയസ് മെത്തേഡാണ്. കാര്യം ഒത്തിരി വർക്ക് ചെയ്യണം, മൊത്തത്തിൽ ആ ഒരു സ്ഥലം മൊത്തം സർവേ ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറേ ടൈം എടുക്കുന്നതും കുറേ ആൾക്കാർ ബുദ്ധിമുട്ടണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് ജനറലി അഡോപ്റ്റ് ചെയ്യാറില്ല. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ബൈ സ്ട്രിങ് ലൈൻ മെത്തേഡ്. അപ്പോൾ സ്ട്രിങ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രിങ്, ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉള്ള സ്ട്രിങ് നമ്മൾ സ്ട്രെച്ച് ചെയ്യും, റെയിൽസിന്റെ എൻഡിലായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. അത് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് സ്ട്രിങ് ലൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വെർസൈൻ ഓഫ് എ സീരീസ് ഓഫ് കോഡ്സ് ആർ മെഷേർഡ്. അപ്പോൾ വെർസൈൻ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽസിന്റെ ആ സെക്കൻഡ് മൊഡ്യൂൾ, അപ്പം അവിടെ മിഡ് പോയിന്റ് കോർഡിനേറ്റ് കോഡാണത്. അപ്പം അത് നമ്മൾ മെഷർ ചെയ്യും. അപ്പം ഇപ്പം എക്സിസ്റ്റിംഗ് കേർവിന്റെ ആ ഒരു വെർസൈൻ മെഷർ ചെയ്യും. പിന്നെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ആ കേർവ്ഡ് ട്രാക്ക് ഉണ്ടല്ലോ, അതിന്റെ വെർസൈൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തുമാത്രം ഓൾട്ടറേഷൻ ഉണ്ടായെന്ന് നോക്കിയിട്ട് അത്രയും ഓൾട്ടർ ചെയ്തതായിരിക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ദിസ് മെത്തേഡാണ് കൂടുതൽ നമ്മൾ ഈസിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും എക്സലൻറ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്ട്രിങ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് കേർവ്ഡ് ട്രാക്കിന് റീ അലൈൻമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം വൺസ് ദി കറക്ഷൻ ആർ വർക്ക്ഡ് ഔട്ട്, ദ റെയിൽ പെഗ്സ് ആർ ഫിക്സ്ഡ് ബൈ ദി സൈഡ്സ് ഓഫ് ദി ട്രാക്ക് അറ്റ് എവറി റെയിൽ ലെങ്ത്. അപ്പം നമ്മൾ എല്ലാ കറക്ഷനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റെയിൽ പെഗ്, നമ്മൾ ട്രാക്കിൻ്റെ ഓരോ റെയിൽ ലെന്ത്, നമ്മളൊരു ഫിക്സഡ് റെയിൽ ലെന്ത് പറയും, അതവിടെ സൈഡിലായിട്ട് നമ്മൾ റെയിൽ പെഗ്സ് കൊടുക്കും. ദ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് അറ്റ് ഈച്ച് പെഗ് ബൈ കട്ടിങ് എ നോച്ച് ഇൻ ദി പെഗ്. ഓക്കെ, എന്നിട്ട് ഇനി സൂപ്പർ എലിവേഷൻ കൊടുക്കണം അല്ലേ. ഇപ്പം ട്രാക്ക് അലൈൻമെന്റ് കറക്റ്റ് ആയെന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ സൂപ്പർ എലിവേഷൻ എന്തുമാത്രം ഒന്ന് ലിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യാനായിരിക്കും. അപ്പം ആ സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ടത് എത്ര ഹൈറ്റിലായിരിക്കണം എന്നുള്ളത് നമ്മൾ ആ പെഗ് കുത്തി വെച്ചിരിക്കുന്നതിൽ ഒരു നോച്ച് ഉണ്ടാക്കിയിട്ട് ആ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ
അതിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ദ ഗ്യാങ് മെൻ ദെൻ ക്യാൻ റീഅലൈൻ ദി ട്രാക്ക് ബൈ റേസിംഗ് ദി ഔട്ടർ റെയിൽ എബോവ് ദി ഇന്നർ റെയിൽ അക്കോർഡിംഗ് ടു ദി നോച്ച് ഇൻഡിക്കേഷൻ ഓൺ ദി പെഗ്സ്. എന്നിട്ട് ആ നോച്ച് എന്ന് വെച്ചാൽ പെഗിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് അത് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ഔട്ടർ റെയിലിനെ റേസ് ചെയ്യും ഇന്നർ റെയിൽ വെച്ചിട്ട്, ഇന്നർ റെയിലിനെ അബൌട്ടായിട്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു കേർവ്ഡ് ട്രാക്ക് റീഅലൈൻ ചെയ്യുന്നതിൻ്റെ പല മെത്തേഡ്സ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഐറ്റംസ് ഓഫ് ട്രാക്ക് അലൈൻമെൻ്റ് എന്ന് പറഞ്ഞ ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആക്സിഡൻസ് ഒക്കെ പറഞ്ഞില്ലായിരുന്നു, റെയിൽ ആക്സിഡൻസിൽ അതിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 1-2 പോയിന്റ്സും കൂടെ ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ അടുത്ത ദിവസങ്ങൾ എപ്പോഴേലും അതിൻ്റെ PPTയോ അല്ലെങ്കിൽ നോട്ട്സോ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അതിൻ്റെ വോയിസും കൂടെ ഗ്രൂപ്പിൽ അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, അല്ലാതെ നമ്മുടെ മൊഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ 4th മൊഡ്യൂൾ ആണെങ്കിലും കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹ്യൂമൻ ഫാക്ടേഴ്സ്, റെയിൽ ആക്സിഡൻസിലെ ഒരു ഹ്യൂമൻ ഫാക്ടേഴ്സിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ കണ്ടു. അപ്പം അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. ഓക്കെ, അപ്പം ഇൻ കേസ് ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമ്മൾ പഠിച്ച അത്രയും പോരായിരിക്കും. അപ്പം ഞാൻ ഇച്ചിരി പോയിന്റ്സ് എഴുതാൻ വേണ്ടിയുള്ള കാര്യങ്ങളൂടെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അത് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇട്ടേക്കാം. ഓക്കെ, സാറ്റർഡേയോ അങ്ങനെ എന്നേലും ഇട്ടേക്കാം. അപ്പം നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതിയിട്ട് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇന്ന് ഇച്ചിരി കൂടുതൽ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമുക്ക് മിസ്സായല്ലോ ട്യൂസ്ഡേയിൽ. അതുകൊണ്ടാണ് ഞാൻ 2 കൂടെ ഇന്നങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ലെക്ചർ നോട്ട് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ മെയിൻ്റെനൻസ് ഓഫ് ട്രാക്ക്, ഐറ്റംസ് ഓഫ് മെയിൻ്റെനൻസ് ഓഫ് ട്രാക്കിൻ്റെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ലെക്ചർ നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം രാവിലെ 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഫ്രൈഡേ 10 AM മുന്നേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ 1-2 ഇമേജസ് ഗ്രൂപ്പിൽ ഇടാമെന്ന്. ട്രാക്ക് ലൈനറിൻ്റെ ഇമേജ്, പിന്നെ ഹോഗ്ഡ് റെയിൽ, അതുപോലെ തന്നെ കൊറുഗേറ്റഡ് റെയിൽ, അതിൻ്റെ ഇമേജ്. ഓക്കെ, അതുകൊണ്ട് ഷെയർ ചെയ്തേക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, എന്നാൽ